ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് പെഗ്ഡ് ടു അനദർ കറൻസി. അതായത് ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം മറ്റൊരു രാജ്യത്തിന്റെ കറൻസി ആയിട്ടോ അല്ലെങ്കിൽ കറൻസികളുടെ ഒരു കൂട്ടത്തോടെ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. സാധാരണയായിട്ട് ഇത് നിയന്ത്രിക്കുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹോങ്കോങ് ഡോളർ US ഡോളറായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു. അതായത് 1983 മുതൽ ഹോങ്കോങ്ങിന് സ്ഥിരമായിട്ട് ഒരു എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. $1 = 7.8 ഹോങ്കോങ് ഡോളറാണ്. ഇത് സാധാരണയായിട്ട് മാർക്കറ്റിൽ വരുന്ന ഡിമാൻഡും സപ്ലൈ മാറുന്നതിനനുസരിച്ച് ഒന്നും മാറുന്നില്ല. ഇത് സ്ഥിരമായിട്ട് നിലനിൽക്കും. ഇനി ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ചേഞ്ചസ് ഡെയിലി അക്കോർഡിംഗ് ടു മാർക്കറ്റ്. അതായത് ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യം ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ ഡിമാൻഡും സപ്ലൈ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ $1 = 83 ഇന്ത്യൻ റുപ്പി ഇന്നാണ് എന്ന് വിചാരിക്കുക. പക്ഷെ നാളെ ചിലപ്പോൾ അത് 84 ആവാം, മറ്റന്നാൾ 85 ആവാം. അതായത് മാർക്കറ്റിൽ ഡിമാൻഡും സപ്ലൈയും മാറുന്നതിനനുസരിച്ച് അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും.